എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. റെട്രോ സിനിമയുടെ ഫസ്റ്റ് സിംഗിളിൽ എത്തിയിട്ടുണ്ട്. കാണാം. പിന്നെന്താ ത്രില്ലിലാണ്ടോ ത്രില്ലില് കണ്ണാടിപ്പൂവേ കാട്ടുപൂവേ എന്ന് തുടങ്ങുന്നു ഗാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കാർത്തിക് സുബ്ബരാജ്, അല്ല സൂര്യ. റെഡി അല്ലെങ്കിൽ സന മൂന്നിലാരെങ്കിലും ആയാലും ഉറപ്പിക്കാം. ആ ജയിലുള്ള കിടിലൻ സീൻ ഇങ്ങനെ കാണാനുള്ള വെമ്പലാണ്. ആ വെമ്പലം കൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ, അതുണ്ടാവൂല. ഉണ്ടാവും. ജയിലിലാണ് ഫുള്ള് സോങ്. ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം എന്താണെന്ന് അറിയോ? നമ്മുടെ വാരണായിരല്ലേ, അതിലെ ആ ഒരു ബ്രേക്കപ്പ് ഇമോഷൻ, ആ സാധനം നീയും രട്ടിനം താണ്ട ആ സാധനമായിരിക്കും. പക്ഷേ ടൈപ്പ് സാധനമായിരിക്കും. അതായത് ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ നീ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി. ഫൈറ്റ് ഒന്നും ഇതിലുണ്ടാവില്ല. അതാ ഞാനും പറഞ്ഞ ആ ഒരു സാധനം ഒന്നും കാണാൻ പറ്റൂല. റെഡി സൂര്യ ഏതാ ലൂക്ക് താടി പൊള്ളു. கண்ணாலய கண்ணோட மோதும் கண்ணாடி பூவே நீ தாண்டி உன்னோட நான் ஒன்னாக வேணும் வேற எதுவும் வேணாண்டி அடி என்னாடி அழகியாடுதே கொஞ்சம் முன்னாடி நான் பழகிய இப்ப தள்ளாடுறேன் கால் போகாதடி நீ விட்டாலுமே நான் உன்னோட பிறந்து உனக்குள் மறிக்கும் ஒரு ஆண் பறவை என்ன பாரு. ഡാൻസ് ഒക്കെ ബട്ടർഫ്ലൈ എഫക്ട് എല്ലായിടത്തും ഉണ്ട്. അതവളായിരിക്കും ചിലപ്പോ. பாவமடிய நெஞ்சு சின்ன எறும்பாச்சு கால வச்சு காலம் மேல ஏறி போச்சு. இங்க யாரடி நீதான் மொத்தம் பாரடி காதல் வேற ஏதடி நீ நான் மட்டும் தானடி வண்டா கொடி என் வண்ண கிளி உன்னால காயம் வழி கண்டே நடி உயிர்கொண்டே நடி அன்பான கூடு நீயும் நம்ம சேர்ந்து தொட்ட பூமரம் மலர் மலரா பொழியும். ഒരു വൈബ് கண்ணாலே கண்ணோட மோதும் கண்ணாடி பூவே நீ தாண்டி உன்னோட நான் ஒன்னாக வேணும் வேற எதுவும் வேணாண்டி அடி என்னாடி நீ அழகிய அல்லாடுதே அழகிய கொஞ்சம் முன்னாடி நான் அழகிய இப்ப தள்ளாடுறேன். ബ്രേക്കപ്പ് ഒക്കെ അങ്ങനെ അവിടെ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങൂല എനിക്ക് അവിടെ ചെയ്യുമ്പോ. ഇരുട്ടുകാട് എന്റെ തല വെച്ചിങ്ങനെ കിടക്കുകയാണ്. സംഭവം അവളുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ആളാട്ടോ. എപ്പോഴും ആളുണ്ട് എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണത്. நேத்தெல்லாம் காத்து கூறாச்சே நித்தமும் நேர போறாச்சே முகம் பார்க்கும் நாளாச்சே வாழவே ஆசையாச்சே வண்டார் கொடி உள்ளால உன்னால காயம் வழி கண்டே உயிர் கொண்டே நடி அன்பான கூடு நீயும் மறையாதே இந்த காதலும் மழை மழையா பொழியும். கண்ணால என் கண்ணோட மோதும் கண்ணாடி பூவே நீ தாண்டி உன்னோட நான் ஒன்னாக வேணும் வேற எதுவும் வேணாம். அழகிய நெஞ்சு அல்லாடுதே அழகிய கொஞ்சம் முன்னாடி நான் அழகிய இப்ப தள்ளாடுறேன். പഠിക്കണല്ലേ இப்ப
കേട്ടോ ലിറിക്സ്. ഓക്കെ, അതായത് ഒരു കാര്യം ഉറപ്പിച്ചു, പൂജ ഹെഗ്ഡെ തീരുമാനമാവും. അതായത് പൂജയെ ഇതിൽ എടുക്കാൻ കാരണം നമ്മുടെ പൂജ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാർത്തിക് സുബ്രാജ് ഇതിലേക്ക് പൂജയെ സെലക്ട് ചെയ്യാൻ കാരണം രാധേശ്യാം കണ്ടിട്ട് ഏതോ ഒരു സീനാണെന്നാണ് പറഞ്ഞത്. അത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും തീരുമാനമാക്കണമെന്ന്. ഞാനും വിചാരിച്ചു പറഞ്ഞു വരുന്ന കേട്ടോ വലിയ ആ സീനിനെ കുറിച്ച് എന്തോ അത്രയ്ക്കും അടിപൊളി അഭിനയമായിരുന്നു, ആ സാധനമൊക്കെ ആയിരിക്കും പറയാൻ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും നീ കണ്ടായിരുന്നു രാധേശ്യാമില്? പക്ഷെ പല തവണ ഇരുന്ന സമയത്തും തോന്നിയിട്ടില്ലേ? സത്യം, ഇത് സൂര്യന്റെ ഇമോഷൻസ് സംഭവം നമുക്കറിയാം. മറ്റേ ഇതിനകത്തൊക്കെ കേട്ടിട്ടുള്ള എന്നെ തേടി വന്ന അഞ്ജന ആ സോങ്ങിലൊക്കെ കൊടുത്തിട്ടുള്ള അതേപോലെ 1-2 സ്റ്റെപ്പുകളും ഇതിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭയങ്കരമായിട്ട് നമുക്കും ഉള്ളിൽ തട്ടും അങ്ങനത്തെ സാധനം തന്നെ കേട്ടോ ഇത്. അതെ, ആ ട്രോമ ഉണ്ടല്ലോ, അത് ഒരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പ്രണയത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ട്രോമ, അത് ശരിക്കും നമുക്ക് അങ്ങ് ഉള്ളിൽ തൊട്ട് സൂര്യ തരും. അത് ശരിക്കും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കണ്ണിലായാലും ഇപ്പോൾ രൂപം തന്നെ അതിന് പറ്റിയ രൂപം. ഇപ്പോൾ അതിൽ ട്രൗസർ ഇട്ടിട്ടുള്ള സമയമുണ്ട്, അത് തുടക്കത്തിലാണ്, ആളുടെ ജയിലിലുള്ള തുടക്ക സമയത്തുള്ള കോസ്റ്റ്യൂമാണത്. അതിനുശേഷം മുടി നീട്ടി വളർത്തി താടി നീട്ടി വളർത്തിയ സമയത്ത് പാൻ്റായി മാറി. അത് സീനിയോറിറ്റി കൂടി പ്രായത്തിന്റെ അല്ലെങ്കിൽ വർഷത്തിന്റെ മാറ്റം വന്ന് അത് മിക്കവാറും വരദരാജനെ കൊന്നിട്ട് സ്വന്തം നന്ദനെ കൊന്നിട്ട് ഇല്ലല്ല, അതൊക്കെ ലാസ്റ്റിലേക്ക് ആയിരിക്കും. അല്ല, അത് അങ്ങനെയല്ല, ഇത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഇതിപ്പോ സംഭവം ഇതിൽ നിന്നായിരിക്കും ആള് തിരിച്ചു പോയിട്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കൂലേ? എനിക്ക് അതിനകത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം മറ്റേ ലുക്ക് എനിക്ക് അത് ഉള്ളിലുള്ളതുകൊണ്ട് മറ്റേ ആ ലുക്കിലേക്ക് വീണ്ടും വരുമായിരിക്കും. സംഭവം ഇത്ര കഴിയും. അതായത് സിമ്പിൾ പ്ലോട്ടാണ്, എൻ്റെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞുതരാം. ആദ്യം ആള് ഒരു ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ കൂടെ നടക്കുന്ന ഒരാൾ, അതിനുശേഷം ഒരു നായികയെ കാണുന്നു, പ്രേമം തോന്നുന്നു, പ്രേമിച്ചടക്കുന്നു, അവൾക്ക് വേണ്ടി അത് വിട്ടെറിഞ്ഞിട്ട് പോരുന്നു, അത് അവർക്ക് ഇഷ്ടമാകുന്നില്ല, അവളെ തട്ടിക്കളയുന്നു, ഒരാളോട് മാത്രം പ്രതികാരം വീട്ടുന്നു, ജയിലിൽ പോകുന്നു. പക്ഷേ ആൾക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല ഈ ഓർമ്മകളിൽ നിന്ന്. അപ്പോൾ തൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആൾ അങ്ങ് തൻ്റെ കൂടെ തന്നെ ഉണ്ട്, മരിച്ചു പോയ തൻ്റെ കാമുകി എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും ആൾ ഇതേ ലുക്കിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് എല്ലാവരും തീർക്കുന്നു. ആ ലുക്കിന്റെ കാര്യത്തിൽ മാത്രമാണ്, കഥ ഏകദേശം ഇതേപോലത്തെ തന്നെയായിരിക്കും. സിമ്പിൾ പ്ലോട്ട്, സാധനം അങ്ങനെ തന്നെയാണ് ആണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ ലുക്കിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. കാരണം ഫസ്റ്റത്തെ ആ സാധനത്തിൽ കാണിക്കുന്നത് മാത്രമാണ് ആ ഒരു ലുക്കിൽ വരുന്നത് എന്നാണ് തോന്നുന്നത്. അതിനുശേഷം ജയിലിൽ പോയതിനു ശേഷം വരുന്ന ലുക്ക് ഈ മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഈ ലുക്കിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ലുക്ക് ആ ഒരു സാധനത്തിന് മാത്രം വരാനുള്ള ചാൻസ്. അതായത് ആദ്യ സമയങ്ങളിലുള്ള ആ ലുക്ക്, അതിനുശേഷം ഇതിന് ശരിക്കും 3 ലുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അതായത് പ്രതികാരം ചെയ്യാൻ പിന്നീട് ഈ ലുക്കിലായിരിക്കും പോലീസാനായിരിക്കട്ടെ ആ ലുക്കില്, ആ മെറ്റലിനേക്കാൾ ലുക്കാണ്. കെട്ടും ഇതിപ്പോ കെട്ടാതെ അങ്ങനെ ഇട്ടിട്ട് തന്നെ ഒരു പ്രാന്തനെ പോലുള്ള ഒരു ലുക്കിലേക്ക് വരുന്നത് ഭയങ്കര രസമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സോങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾക്ക് അറിയില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സോങ്ങിലേക്ക് വരുമ്പോഴായിരിക്കും ഈ സോങ്ങിന്റെ ശരിക്കുള്ള ഡെപ്ത് നമുക്ക് ഉള്ളിൽ കിട്ടുക. അല്ലാതെ തന്നെ ഇതിപ്പോ സോങ് ആയിട്ട് തന്നെ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അതിന്റെ വർക്കൊക്കെ അപാരാണ്. ഒരുപാട് ആശയങ്ങളിലെ നല്ല രസമായിട്ടുള്ള ഈ ആർട്ടിസ്റ്റുകളൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണ് കുറെ സാധനങ്ങൾ അതിൽ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. കാത്തിരിക്കാം മെയ് 1 പൊളിക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.